എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ചുകൂടി സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ മെനഞ്ഞാന്നാണെന്ന് തോന്നുന്നു ദിയ ചോദിച്ചായിരുന്നു, ചേച്ചി ആ ഓയിലൊഴിക്കുന്ന പാത്രം പുതിയതാണെന്ന് തോന്നുന്നു. പുതിയതല്ല, ആ കൊച്ചത് അത് എൻ്റെ പഴയ ഇതാണ്. അത് കഴിഞ്ഞിട്ടാണ് മറ്റേ വലുത് വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഓയിൽ ഒഴിക്കുമ്പോഴേ ആ വലിയ ഇതിൻ്റെ അകത്ത് പിന്നെ ബോട്ടിൽ കവിഞ്ഞ് ബാക്കിയും കൂടെ കാണും. അപ്പം അതിൻ്റെ അകത്ത് ഒഴിക്കും. അത് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് നാൾ ഇതിലായിരിക്കും ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ പക്ഷെ ഞാനിപ്പോൾ 2-3 കാര്യം ഓർത്തതായിരുന്നു, അങ്ങ് മറന്നുപോയി. അപ്പോൾ സൂസൻ ചോദിച്ചായിരുന്നു ഈ ഇഡലിയുടെയൊക്കെ ഉഴുന്നും അരിയൊക്കെ എടുക്കുന്ന അളവൊന്ന് പറയണേന്ന്. ഞാൻ സാധാരണ നേരത്തെ കണീച്ചാവല, ഇവിടെ ബോംബെയിലൊക്കെ ഒരു കണീച്ച അരി എന്നും പറഞ്ഞ് കിട്ടും. കുഞ്ഞു കുഞ്ഞു പൊടി അരിയാണ്. ഇപ്പം ഞാൻ വാങ്ങിക്കുന്നത് റേഷൻ അരിയാണ്. അത് ഞങ്ങൾക്ക് കിട്ടത്തില്ല. ഈ റേഷൻ കടയിൽ പോയി നമ്മൾ ചോദിക്കുവാണെങ്കിൽ കിലോ 25 രൂപയൊക്കെ. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വാങ്ങിച്ച് തന്നെയാ. അവർ അവിടെ അടുത്തൊരു കടയിൽ നിന്ന് നല്ല സൂപ്പർ പച്ചരിയായിരുന്നു, വെളുവായിരിക്കുമായിരുന്നു. രണ്ടാമത് വാങ്ങിച്ചത് അത്ര ഇച്ചിരി കളറൊന്നും അത്രയില്ല. അതുപോലെ നന്നായി നമ്മൾ കഴുകിയെടുത്താൽ മതി. ബാക്കി നമ്മളല്ലാതെ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഈ കണി റൈസിന് 45 റുപ്പീസാണ്. ഇതാകുമ്പോൾ 25 രൂപയുള്ള എനിക്ക് നല്ല ഇഡലിയും ദോശയൊക്കെ നന്നായിട്ട് എനിക്ക് സോഫ്റ്റായിട്ട് ഉണ്ടാക്കി കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് പച്ചരി എടുക്കുകയാണെങ്കിൽ 1/2 ഗ്ലാസ് ഒരു ഇച്ചിരിയും കൂടി ഉഴുന്ന് ചേർക്കും. ചിലപ്പോൾ ഞാൻ 1/2 ഗ്ലാസ്സേ ചേർക്കത്തുള്ളൂ. സാധാരണ എല്ലാവരും പറയുന്നത് 2 ഗ്ലാസ്സിന് 1 ഗ്ലാസ് ഉഴുന്നാണെന്നല്ലേ. ഞാൻ അത്രയും ചേർക്കാറില്ല. ഇവിടെ പിന്നെ കിട്ടുന്ന ഉഴുന്ന് ഈ മുഴുവനെയുള്ള ഉഴുന്നല്ല, പീസ് ഉഴുന്ന. അത് ഞാൻ രണ്ടും കൂടെ ഒരുമിച്ചാണ് ഇടുന്നത്. 2 ഗ്ലാസ് പച്ചരി, ഒരു 3/4 ഗ്ലാസ് ഉഴുന്നെന്ന് കൂട്ടിക്കും. ഉഴുന്ന്, 1 ടേബിൾ സ്പൂൺ ഉലുവ, എന്നിട്ട് ഒരു തവി ചോറൂടെ അരയ്ക്കാൻ നേരം. നമ്മളിപ്പോൾ സെപ്പറേറ്റ് ഇങ്ങനെ അരയ്ക്കുന്നതിനേക്കാൾ കുറേയും കൂടെ കൂടുതലായിട്ട് ക്വാണ്ടിറ്റി കിട്ടുന്നതിന് ഇത്തിരി ഇതായിട്ട് കിട്ടുന്നത് നമ്മൾ അരിയും സെപ്പറേറ്റ് ഉഴുന്നും സെപ്പറേറ്റ് വെച്ചിട്ട് ആദ്യം ഉഴുന്ന് സെപ്പറേറ്റ് അരയ്ക്കുകയാണെങ്കിൽ നന്നായിട്ട് കുറച്ചും കൂടെ നല്ല ഇതായിട്ട് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് ചോറിന് പകരം വെള്ള അവലുണ്ടല്ലേ, വെള്ള അല്ലെങ്കിൽ ചുമന്ന അവലാണേലും അവൽ ചേർക്കുകയാണെങ്കിൽ, ചുമന്ന അവലാണെങ്കിൽ ഇഡലിക്ക് ഇത്തിരി കളറ് കുറച്ച് കിട്ടുന്നേ ഉള്ളൂ. വെള്ളയാണെങ്കിൽ 1 കപ്പ് വെള്ള അവൽ ചേർക്കുക ചോറിന് പകരം. അധികം പുളിക്കത്തുമില്ല, നല്ല ഒരു പ്രത്യേക മയം കിട്ടും ആ ഇഡലിക്ക്. വൈകുന്നേരം ആയാലും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. പിന്നെന്താ പറയുന്നത്, ഈ അന്നേരം നമ്മൾ അരയ്ക്കാൻ നേരം ഈ അവലൊന്ന് കഴുകിയിട്ട് അതിട്ട് അരച്ചാൽ മതി. ഇവിടെ കിട്ടുന്ന 2 ടൈപ്പ് അവൽ കിട്ടും. നല്ല പേപ്പർ പോലുള്ള അവലും കിട്ടും, ഇച്ചിരി കട്ടിയുള്ള. ഞാൻ ഇച്ചിരി കട്ടിയുള്ള അവല. പേപ്പർ പോലുള്ളതാണെങ്കിൽ നമ്മളൊന്ന് കഴുകുമ്പോഴേ അതങ്ങ് ഒത്തിരി അങ്ങ് ഇതായിപ്പോവും. അതുകൊണ്ട് ഇച്ചിരി കട്ടിയുള്ള അവൽ എടുക്കുക. അവല ചോറിനേക്കായി നല്ലതേ. ചിലർക്ക് ചോറ് അരച്ചാൽ പുളിച്ച് വയറൊക്കെ ഗ്യാസ് വളർന്നു, അതിങ്ങനെയുള്ളവർക്ക് അവൽ ചേർക്കാമേ. പിന്നെ വേറെ ഒന്നും പിന്നെ ഇന്നലെ തേങ്ങ ആ കണ്ണിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആലീസ് കേട്ടിട്ട് പോലുമില്ല ആ സംഭവം. പഴത്തിൻ്റെ കേട്ടിട്ടുണ്ട്. പിന്നെ പ്രസന്ന, പിന്നെ വേറെ ആരാണ്ടൊക്കെ കേട്ടിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ്. പണ്ടത്തെ കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളല്ലേ. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാമേ. ഓക്കെ. അപ്പോഴേ ഇന്നലെ ഞാനേ ഇങ്ങനെ ഇൻട്രോ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേ പ്രീസം വന്നത്. അപ്പോൾ പ്രീസം വന്നിട്ടുണ്ടെങ്കിൽ ഒരു മുഖം ഒരു വല്ലാതെ വന്നത്. ഞാൻ എന്തോ അവിടെ താഴെ അടി ഉണ്ടായോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാനായിട്ട് വന്നെ. അവൻ എൻ്റെ അടുത്തോട് പറയണ്ടെന്ന് അങ്ങി. അതുവരെ ഞാൻ പറഞ്ഞു എന്തെന്ന് സംഭവം. ഇപ്പോൾ പോയേക്കോ താഴെ. ഇവൻ ഇവിടുന്ന് ബാഡ്മിൻ്റൺ കൊണ്ടുപോകാൻ അത് ഇത്തിരി വിലയുള്ള ബാഡ്മിൻ്റനാണ്. അപ്പോൾ പോള് കൊടുത്തു വിടത്തില്ല, കൊണ്ടുപോണ്ടാന്ന് പറയും. ഇവൻ താഴെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഒരു കൊച്ചനുണ്ട്, അവനില്ലിത്. ഇവൻ്റെ കയ്യിൽ നിന്ന് ഇവൻ്റെ കണ്ട ഉടനെ അവന് വേണം. എന്നിട്ട് ഇവനെ കളിപ്പിക്കാതെ അവൻ മറ്റുള്ള പിള്ളേരോടെ കളിക്കും. അപ്പോൾ പോള് പറഞ്ഞ് ഇനി അങ്ങനെ നീ അവന് കൊടുക്കരുത്, നീ കളിക്കാനല്ലേ പോന്നേ, നീ എന്താ കളിക്കാത്ത. ഇവനെ അവിടെ നിർത്തിയിട്ട് ഇവന്മാർ കളിക്കും. അപ്പം ബാക്കിയുള്ള പിള്ളേർക്കൊന്നും ഇവൻ ചോദിക്കത്തില്ല. അപ്പോൾ ഇന്നാളെ കൊടുത്ത് അത് പിന്നെ പോളിനോട് വന്നങ്ങ് പറയും ഞാൻ കൊടുത്തെന്നുള്ളത്. പോളെന്നതിന് മഴക്കുറ ഇനിയും കൊടുത്താൽ നിനക്ക് ഞാൻ തന്നു വിടത്തില്ല എന്നൊക്കെ പറഞ്ഞു. അത് നല്ല വിലയുള്ള സാധനമോ അതാന്നൊക്കെ പറഞ്ഞു. ഇന്നലെയും ചോദിച്ചുണ്ടെങ്കിൽ ഇവൻ പറഞ്ഞ് ഞാൻ തരത്തില്ല, എൻ്റെ അച്ചാച്ചൻ എന്നെ അടിക്കും, നീ വാങ്ങിയിരുന്നു നിനക്ക് വേണ്ടിയത്. അത് ആ ചെറുക്കിന് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവന്മാർ തമ്മിൽ എന്തോ കളി കളിച്ചുണ്ടെങ്കിൽ ഇവരെ കൂട്ടിയില്ല. അതാ പിണങ്ങി ഇങ്ങി വന്നതല്ലേ അവൻ
കളിപ്പിച്ചില്ല, ഞാൻ ഇത് കൊടുത്തില്ലെന്നും പറഞ്ഞ്. ഞാൻ പറഞ്ഞു വേണ്ട, നീ പോകണ്ട, ഈ കൊച്ചില്ല തന്നെ, ഈ കൊച്ചിനെ കളിപ്പിക്കാതെ ഈ കൊച്ചിൻ്റെ നിന്ന് അവൻ വാങ്ങിച്ചിട്ട് മറ്റുള്ള പിള്ളേരുമായിട്ട് അവിടെ ഇരുന്ന് കളിക്കും. അതൊക്കെയാണ് സംഭവം. നമ്മളീ പിള്ളേരുടെ പണ്ട് നാട്ടിലാണെങ്കിൽ അയ്യോ ഒന്ന് പറഞ്ഞ് രണ്ടിന് പേരൻസ് കയറി ഇടപെടും. ഇവിടെ പിന്നെ അങ്ങനെ ഒരു ഇതൊന്നുമില്ല. ചിലപ്പോൾ ഒത്തിരി എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ പേരൻസ് ഇടപെടുവേ. ഇവിടെ അല്ല, ഇവനതുകൊണ്ട് ഇപ്പം അടി കിട്ടിയാലും എന്നോട് അത് പറയത്തില്ല, ഞാൻ വിടത്തില്ലെന്ന് പറഞ്ഞു. നമ്മളങ്ങനെ പറഞ്ഞ് പിള്ളേരെയും കൊണ്ട് പറഞ്ഞത് കൊണ്ട് പിള്ളേരിപ്പം ഒരു അടി കിട്ടിയാലും നിന്ന് കൊണ്ടുകൊണ്ട് വരും. അതാ ഞാൻ ഇന്നലെ ഞാൻ പറയാനായിട്ട് വന്നപ്പോൾ അവൻ പറഞ്ഞു വേണ്ട വേണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറയാനത്. രാവിലെ ചായ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള പാലെടുത്ത് ഇവർക്ക് കുടിക്കാനൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി കോഫി പൗഡർ ഇട്ടായിരുന്നു, അപ്പോൾ ഇച്ചിരി കടുപ്പം കുറവ് പോലെ തോന്നി. അപ്പം ഞാൻ വീണ്ടും ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന് ഇച്ചിരി എനിക്കും ഇച്ചിരി കോഫി കുടിക്കണമെന്ന് തോന്നി, ഒരു സ്വല്പം എനിക്കൂടെ വേണം, ആ രീതിയിലാണ് ഞാൻ പാലൊഴിച്ചേക്കുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി അച്ചാറ് പരിപാടിയൊക്കെ ആയതുകൊണ്ട് രാവിലത്തേക്കിനൊന്നും അങ്ങനെ ഞാൻ പച്ചരി ഇടാൻ മറന്നുപോയി. പച്ചരി ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ അതങ്ങ് അരച്ച് വെച്ചാൽ മതിയായിരുന്നു, നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം. അല്ലാതെ ഞാൻ ഒന്നും തയ്യാറാക്കിയില്ല. അപ്പം തലേന്ന് 2 ദിവസത്തിന് മുമ്പേ പ്രീസം പറഞ്ഞായിരുന്നു അവന് ക്യാൻറ്റീൻ ഡേ ആകുമ്പോൾ അതിന് പൈസ കൊടുക്കണേന്ന്. അപ്പോൾ ഒത്തിരി നാളായി അവന് അങ്ങനെ ക്യാൻറ്റീനിൽ നിന്ന് കൊടുത്തിട്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ചെന്നാൽ അവൻ എങ്ങനെയും കൊടുക്കാം. വേറൊരാൾക്ക് ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു, പീനട്ടും പുരട്ടി, അവനത് കൊടുക്കാമെന്ന് വെച്ച്. പ്രീസനാ ക്യാൻറ്റീൻ ഡേ ദിവസം. പോൾമോന് ഞാൻ ഈ ബ്രെഡിൻ്റെ അകത്ത് പീനട്ടും പുരട്ടി അതൊന്ന് ചൂടാക്കി നന്നായിട്ട് അത് മുരിച്ചെടുക്കുമ്പം നല്ലതാണ്, അങ്ങനെ കൊടുക്കാമെന്ന് വെച്ച്. പിള്ളേർക്ക് ഇപ്പോൾ 2 പേർക്കും എടുത്ത്. ഇനിയിപ്പോൾ പോളിൻ്റെ ഞാനിങ്ങനെ ഗ്ലാസ്സിൽ തന്നെ വെച്ചേക്കും. എന്നിട്ട് കുറച്ചൊന്ന് പ്രീസം പോകാൻ നേരത്താണ് ഞാൻ പോളിന് കൊടുക്കുന്നത്. അപ്പം നല്ല തണുപ്പ് അവന് കുടിക്കത്തക്ക വിധത്തിലാവും. അപ്പോൾ പഞ്ചസാര ഞാൻ ഇന്നലെ നേരത്തെ ഓർത്തയാണ് പൊട്ടിച്ചിടാൻ. അപ്പോൾ ഞാൻ ചിന്തിച്ച് അടിയിലത്തെ മൊത്തം അങ്ങ് തീരട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ മുകളിൽ ഇടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടിയിലത്തെ ഇങ്ങനെ ഇച്ചിരി വെള്ളമയം പോലെ ഇങ്ങനെ ഇച്ചിരി സോഫ്റ്റായിട്ടിരിക്കും. അതുകൊണ്ട് ഞാനത് മൊത്തം തീരട്ടെന്നും പറഞ്ഞ് ഞാനിരുന്നു. ഇപ്പം അത് ഇന്ന് രാവിലെ ആയണേ അത് മൊത്തം തീർന്നു. അപ്പോൾ ഇനിയും പുതിയത് പൊട്ടിച്ചിടാമെന്ന് വെച്ച്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ കൽക്കണ്ടം ഉണ്ടായിരുന്നല്ലോ, കൽക്കണ്ടം ഇത്തിരി നല്ല കട്ടിയുള്ള. ഇപ്പോഴാണെങ്കിൽ ഇങ്ങനെ കുഞ്ഞു പീസ് കിട്ടും. പക്ഷേ അന്നത്തെ കൽക്കണ്ടവും ഇപ്പോഴത്തെ കൽക്കണ്ടമായിട്ടൊക്കെ ഒത്തിരി ടേസ്റ്റ് വ്യത്യാസമുണ്ട്. പണ്ടൊക്കെ ചുമ വരുമ്പം ഞങ്ങൾക്ക് അമ്മ ഇങ്ങനെ ഓരോ പീസ് തരുമായിരുന്നു കൽക്കണ്ടം. ഇപ്പം പിന്നെ പനങ്കൽക്കണ്ടം ഉണ്ടല്ലേ. ഈ പനങ്കൽക്കണ്ടം ഡയറക്റ്റ് കഴിക്കുന്നതിനോട് എനിക്കത്ര ഇതില്ല. കാരണം അതിൽ ചിലപ്പോൾ ഇത്തിരി നാര് പോലുള്ള സാധനമൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. ഇപ്പം അതും കുഞ്ഞു ഇതുപോലുള്ളത് കിട്ടും, അല്ലാതെ ഇതും കിട്ടും. പക്ഷേ കൽക്കണ്ടത്തിനൊക്കെ പഞ്ചസാരയൊക്കെ കൊച്ചു പിള്ളേർക്കൊക്കെ ഇപ്പം ഈ പനങ്കൽക്കണ്ടമാണ് ചേർത്ത് പാലിൻ്റെ അകത്താന്നേലും പനങ്കൽക്കണ്ടം ഇട്ട്. എൻ്റെ ബ്രദറിൻ്റെ പിള്ളേർക്ക് പനങ്കൽക്കണ്ടമായിരുന്നിട്ട് പാലിലൊക്കെ കൊടുക്കുന്നത്. ഇന്ന് ഇച്ചിരി ഇഞ്ചിയൊക്കെ ചതച്ചിട്ടായിരുന്നു. തണുപ്പല്ലേ, ഇപ്പോൾ രാവിലെ ഇച്ചിരി ഇഞ്ചി ചായയൊക്കെ കുടിക്കുമ്പോൾ നല്ല ഇല്ലേ. ഞാനിച്ചിരി കാപ്പി കുടിച്ചു, ഒരു 1/2 ഗ്ലാസോളം. അപ്പോൾ ഇനി ഇതൊന്ന് തിളക്കട്ടെ. ഇച്ചിരി നേരം ഞാനൊന്ന് ഇടും ആ ഇഞ്ചിയൊക്കെ ഒന്ന് നന്നായിട്ട് സത്തിറങ്ങാൻ. അങ്ങനെ ചായയൊക്കെ തിളച്ചു. പിന്നെ ഞാൻ എല്ലാവർക്കും ഇതൊക്കെ കൊടുത്തു. പിന്നെ രാവിലെ ഇവിടെ കഴിക്കാനും ബ്രെഡായിരുന്നു. ഞാൻ ബ്രെഡും പാളയംകുടം പഴം ഉണ്ടായിരുന്നു, പഴം കൂടെ കൂട്ടിയാണ് കഴിച്ചത്. പിന്നെ രാവിലത്തെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത അംഗം പരിപാടികളാണ്. അത് സ്ഥിരം നമ്മുടെ വീട്ടിൽ ഉള്ള പരിപാടികളാണ് ഞാൻ അടുത്തത് ചെയ്യുന്നത്. തുണി അങ്ങ് രാവിലെ കഴുകാനിട്ടു. ചിലപ്പം ഇപ്പം ഈയിടെ എല്ലാം കൂടുതലും വൈകിട്ടായിരുന്നു ഇടുന്നത്. കാരണം പോളും കൂടെ വന്നിട്ട് അവൻ്റെ ഡ്രസ്സ് കൂടെ ഇട്ടിട്ട്. പിന്നെ ഇന്നെന്ന് പറയുന്നത് ഷീറ്റൊക്കെ മാറിയുടനെ രാവിലെ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ തുണി. അപ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരം കൂടെ ആകുമ്പോൾ അല്ലെങ്കിലും എക്സ്ട്രാ തുണികളുണ്ടായിരുന്നു, അത് കുറച്ചെടുത്ത് മാറ്റിയിട്ടാണ് ഇപ്പോൾ രാവിലെ അങ്ങ് ഇട്ടത്. ഇപ്പോൾ ഇന്നലെ ആണെങ്കിൽ ഇപ്പം ബാൽക്കണിയിൽ ഇടാൻ ഒക്കത്തില്ലായിരുന്നു. കാരണം ഇവർ ഈ പെയിൻ്റ് അടിക്കാൻ വേണ്ടി ആദ്യം ഈ വെള്ള കുമ്മായം തേക്കുമല്ലേ,
അതായിരുന്നു. അപ്പം അവർ പറഞ്ഞായിരുന്നു ബാൽക്കണിയിൽ നിന്ന് തുണി അങ്ങ് എടുക്കുന്നു. അപ്പോൾ തുണികളെല്ലാം ഇങ്ങെടുത്ത് അകത്ത് ഇടേണ്ടി വന്നു. അപ്പം ഞാൻ ബീൻസ് ഒന്ന് അരിഞ്ഞെടുത്തായിരുന്നു. അപ്പോൾ അതൊന്ന് തോരൻ വയ്ക്കാമെന്ന് വെച്ച്. അപ്പം കിട്ടിയ ബീൻസ് നല്ല കിളുന്നല്ല, എന്നാൽ നല്ല അടിപൊളി ബീൻസായിരുന്നു. അത് അരിയുമ്പോഴേ നമുക്കറിയാം ഒരു കേടും ഇല്ലായിരുന്നു, മുറ്റിയതും ഇല്ലായിരുന്നു. ചില സമയത്ത് നല്ല പച്ചക്കറി കിട്ടും, ചില സമയത്ത് തതൈവ തന്നെ. പച്ചക്കറികൾക്കെല്ലാം 1 കിലോ 50 രൂപ കൂടുതലൊക്കെയാണ്, നല്ല വിലയാണ് ഇപ്പം. അപ്പോൾ ഈ ജിയോ മാർട്ടിൽ നിന്ന് ചില സമയത്ത് നമുക്ക് 5 രൂപയ്ക്ക് 1 കിലോ സവാള കിട്ടുമല്ലേ. അതുകൊണ്ട് സവാളയ്ക്ക് ഇവിടെ അത് മാത്രമേ ഉള്ളൂ ക്ഷാമമില്ലാത്തത്. ബാക്കിയെല്ലാം നല്ല വിലയാണ്. ചില സമയത്ത് കിട്ടും, ചില സമയത്ത് കിട്ടത്തില്ല. അപ്പോൾ ഓർഡർ ചെയ്യുന്ന സമയത്ത്, സാധനം വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ പറയും 5 രൂപ സവാള ഉണ്ടെങ്കിൽ അങ്ങ് വാങ്ങിക്കുന്നു. ഉച്ചയ്ക്ക് പ്രൈസിനും അപ്പച്ചനും ചപ്പാത്തിയൊക്കെ കൊടുത്തു. അപ്പം ഞാൻ ഇച്ചിരി മീൻ വെട്ടിയത് മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് വറക്കാനിട്ടിട്ടുണ്ട്. അപ്പം പോളിനും അപ്പച്ചനും ഉള്ളതിൻ്റെ തല മാറ്റിയിട്ടുണ്ട്. എൻ്റെയും കൊച്ചിൻ്റെയും തല മാറ്റിയിട്ടില്ല. അവനും തല തിന്നും, ഞാനും തിന്നും. പിന്നെ അവരുടെ ആ തല സെപ്പറേറ്റ് ഉള്ളത് ഞാനൊന്ന് വറക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഞാനെൻ്റെ ഈ പഴയ തുണികളൊക്കെ എടുത്ത് വെക്കുന്ന ഒരു ബാഗ് ഞാൻ ഒതുക്കിയുണ്ടേ. ഇത് കിട്ടി. വന്നോ ഈ കണ്ണിൽ വെച്ച് കിടക്കുന്ന അതിൽ പിന്നെ ഈ ആശാൻ ഇതെടുക്കും. ഉച്ചയ്ക്ക് കിടന്നുറങ്ങിയതാ, ഇങ്ങനെ കിടന്നുറങ്ങിയതാ. ഉച്ചയ്ക്കല്ല, 3 മണി കഴിഞ്ഞു. ഇനി എണ്ണീപ്പിക്കട്ടെ. ഓയ് ഗുണ്ടുമണി ഇട ചക്കുടു എണ്ണീരാ എണ്ണീര്. ഓയ് ഡാ എണ്ണീര് എണ്ണീരിടാ. പിടിച്ച് കിടക്കാൻ ഭയങ്കര പ്രയാസമാണ്. ഞാൻ വെളിയിൽ ഇരുന്നോളാം പഠിച്ചോളാം എന്ന് പറഞ്ഞ്. ഇപ്പം മണി 5:30 കഴിഞ്ഞു, 5:45. എണ്ണീര്. ഇവനുണ്ടല്ലോ ഉച്ചയ്ക്ക് വന്നാൽ കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഇവനെ പിടിച്ച് കിടത്തിയാലേ ഒക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഇവൻ എന്നെയും കിടത്തത്തില്ല. നമ്മൾ ഉറങ്ങും, അല്ലെങ്കിൽ ഒന്ന് കിടക്കണ്ടേ. അപ്പം തന്നെ അവിടെ കിടത്തത്തില്ല. അവിടെ അവൻ ബാറ്റൊക്കെ എടുത്ത് കളിക്കുകയും ബോൾ എടുത്ത് കളിക്കുകയൊക്കെ ചെയ്യും. കിടന്നു കഴിഞ്ഞാൽ പിന്നെ എണ്ണിപ്പിക്കാൻ പറ്റത്തില്ല, അങ്ങ് മാണ്ട ഉറക്കം. അപ്പോൾ ഇത് കിട്ടിയ പിന്നെ രാത്രി ഉറങ്ങാൻ നേരവും ഇതെടുത്ത് കണ്ണി വെക്കും. അത് നല്ലതാണ്, കാരണം ഈ ലൈറ്റ് വെട്ടം അവരുടെ കണ്ണിലോട്ട് വരത്തില്ല. അതുകൊണ്ട് ഞാൻ വിട്ടിരുന്ന് എന്തെങ്കിലും പച്ചക്കറി രാത്രി അരി വന്നേലും ഇതുള്ളത് കൊണ്ട് അവനങ്ങ് ഉറങ്ങിക്കോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.